വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു പേര് പോലെ തന്നെ പ്രോഫോം മാസ്റ്ററി എന്നാണ് ഈ ഒരു വീഡിയോ സീരീസിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഓൾമോസ്റ്റ് ഒരു 5 വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആയിട്ട് പ്രോഫോംസിനെ കുറിച്ചായിരിക്കും നമ്മൾ കവർ ചെയ്യണത്. എന്താണ് പ്രോഫോം, എങ്ങനെയാണ് പ്രോഫോം മോഡൽ വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് ഒരു പ്രോഫോം ചൂസ് ചെയ്യാം, ആൻഡ് എങ്ങനെയാണ് ഒരു ചലഞ്ച് ചൂസ് ചെയ്യാം, എങ്ങനെ ആ ഒരു ചലഞ്ച് പാസ്സാവാം, അതിന് എന്ത് റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് പേ ഔട്ട് എടുക്കാം. അൾട്ടിമേറ്റ്ലി ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇത് എപ്പിസോഡ് 1 ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ചലഞ്ച് വീഡിയോ സീരീസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഫണ്ടിങ് ചലഞ്ചസ് ഒക്കെ എടുത്ത് ഫെയിലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു 4 വർഷം എക്സ്പീരിയൻസിൽ പ്രോഫോം യൂസ് ചെയ്തിട്ടുള്ള 4 വർഷം എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കംപ്ലീറ്റ്ലി മാപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേര് പോലെ തന്നെ പ്രോഫോം മാസ്റ്ററി എന്നാണ് ഈ ഒരു സീരീസിൻ്റെ പേര്. കംപ്ലീറ്റ്ലി പ്രോഫോമിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി എങ്ങനെ പേ ഔട്ടിലോട്ട് എത്താം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പിസോഡ് 1 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു പ്രോഫോം, എങ്ങനെയാണ് പ്രോഫോം വർക്ക് ചെയ്യണത്, ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബേസിക്കലി നമുക്ക് 2 രീതി ട്രേഡ് ചെയ്യാം. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള പൈസ ഒരു ബ്രോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫോം സെലക്ട് ചെയ്തിട്ട് ആ ഒരു പ്രോഫോമിൻ്റെ ക്യാപിറ്റൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ആവണ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലിനൊരു ലിമിറ്റ് ഉണ്ടാവും. ബട്ട് പ്രോഫോംസിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു $5,000 തൊട്ടിട്ട്, 5,000 അല്ല, ഇപ്പോൾ ഒരു $2,500 തൊട്ടിട്ട് അപ് ടു ഒരു $100,000 അല്ലെങ്കിൽ ഒരു $200,000 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫോംസിൻ്റെ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഫോമാണ് ഫൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ തരാം. ഓക്കെ, ഇവിടെ നമുക്കൊരു $2,500 അക്കൗണ്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ജസ്റ്റ് $19 ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, $2,500 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു $2,500 അക്കൗണ്ട് നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു $19 മാത്രമേ നമുക്കൊരു കോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഏകദേശം $2,000 താഴെ മാത്രമേ വരുന്നുള്ളൂ. ഒരു $5,000 അക്കൗണ്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു $35 ആണ്. അതായത് ഒരു 3,000-3,500 ഇടയിലാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ 10,000 ആണെങ്കിൽ 69, അപ് ടു നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു $1,00,000 വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഒരു $1,00,000 ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ടൈം നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു $491. ഓക്കെ, അതായത് ഒരു 50,000 താഴെയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇതാണ് പ്രോഫോംസിലോട്ട് വരുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വലിയൊരു എമൗണ്ട് അവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് മാറുമ്പോഴുള്ള വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രോഫോം ക്യാപിറ്റൽ തമ്മിലുള്ള മെയിൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ട്രേഡിംഗ് സ്പേസിലോട്ട് പറഞ്ഞ സമയത്ത് ഒരു 90% ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇനഫ് ക്യാപിറ്റൽ ഇല്ല എന്നുള്ളത്. അതായത് അവർക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം, അവരുടെ കയ്യിൽ ട്രേഡിംഗ് സ്കിൽ ഉണ്ടാവും, അവരുടെ കയ്യിലൊരു വർക്കിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവും, പക്ഷെ അവരുടെ കയ്യിൽ ചിലപ്പോൾ എന്തുണ്ടാകത്തില്ല, ഇനഫ് ക്യാപിറ്റൽ ഉണ്ടാകത്തില്ല. അതായത് അവർക്ക് വേണ്ട ഒരു ക്യാപിറ്റൽ അവരുടെ കയ്യിൽ ഉണ്ടാകത്തില്ല. അതായത് നമുക്കറിയാം, മന്ത്ലി നമുക്ക് നല്ലൊരു എമൗണ്ട് ഒക്കെ ഒരു കൺസർവേറ്റീവ് ആയിട്ട് മേക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ഫുൾ ടൈം ഒക്കെ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം മന്ത്ലി നല്ലൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ, പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം, നല്ലൊരു ക്യാപിറ്റൽ വേണം. ഓക്കെ, നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് വലിയൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു എമൗണ്ട് മന്ത്ലി അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് വലിയ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള റിസ്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഓക്കെ, വലിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു റിസ്ക് അവിടെ കുറവായിരിക്കും. ഇപ്പോൾ ചെറിയ അക്കൗണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രോ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ
അത് ഈ ഡബിൾ ആക്കാനും ത്രിബിൾ ആക്കാനൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ റിസ്ക് ഇൻവോൾവ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് അത് ഫെയിൽ ആവാനുള്ള അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് അവിടെ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അതായത് ഇവിടെ കാണാം മോസ്റ്റ് ട്രേഡേഴ്സ് ഡോണ്ട് ഫെയിൽ ബിക്കോസ് ഓഫ് എ ബാഡ് സ്ട്രാറ്റജി. അതായത് സ്ട്രാറ്റജി കാരണമല്ല ആൾക്കാർ ഫെയിൽ ആവണം അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഫെയിൽ ആവണത്. അവരുടെ കയ്യിൽ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഇനഫ് ക്യാപിറ്റൽ ഇല്ലാത്തതാണ് അവരുടെ ഒരു 90% ആൾക്കാരുടെയും പ്രശ്നം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു $100 എൻ്റെ ടാർഗറ്റ് എങ്കിൽ, സോറി എൻ്റെ ക്യാപിറ്റൽ എങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ട്രേഡിൽ $50 റിസ്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. $50 ഞാൻ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു $50 റിസ്ക് ചെയ്തിട്ട് 2 ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്തു? എൻ്റെ ക്യാപിറ്റൽ അവിടെ വാഷ് ഔട്ടായി. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരു $100 അക്കൗണ്ടിൽ ഒരു ട്രേഡിൽ $25 റിസ്ക് ചെയ്തിട്ട് $50 ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ബാക്ക് ടു ബാക്ക് ഒരു 4 ട്രേഡ് എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്തായി? ഫെയിലായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു $1,00,000 അക്കൗണ്ട് ആണെങ്കിൽ, സോ $1,00,000 അക്കൗണ്ടിൽ ഒരു ട്രേഡിൽ നമ്മൾ ഒരു 1% റിസ്ക് ചെയ്യണം. അതായത് $1,000 റിസ്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? $2,000 ടാർഗറ്റ് ചെയ്യണം. ബട്ട് സ്റ്റിൽ നമ്മൾ പെർഫോമൻസിൻ്റെ കേസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു 10%ൻ്റെ മാക്സ് ഓർഡർ ഒന്ന് കിട്ടും. അതായത് ഒരു 1% റിസ്ക് ചെയ്തിട്ട് 10 ട്രേഡൊക്കെ ബാക്ക് ടു ബാക്ക് എസ് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവത്തുള്ളൂ, ആ ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. സോ ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് നമുക്കിവിടെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ അക്കൗണ്ട് സൈസിലോട്ട് വരുമ്പോൾ ഈ $100 $200 ഒക്കെ വരുന്ന സമയത്ത് അവിടെ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, ട്രേഡിംഗ് സ്പേസിലോട്ട് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, ജസ്റ്റ് എപ്പോഴും ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി എപ്പോഴും ഒരു ബ്രോക്കർ ചൂസ് ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് നിങ്ങളൊരു ലെവലിലോട്ട് എത്തിയതിന് ശേഷം പ്രോഫോമിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങൾ കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിലാണ് ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ആ ഒരു ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 20 എപ്പിസോഡ് വരുന്ന ഒരു കംപ്ലീറ്റ് ഫ്രീ കോഴ്സ്, അതായത് ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ക്യാപിറ്റൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരും. പക്ഷെ എന്ത് തരത്തില്ല, ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു എമൗണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി കിട്ടത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു $5,000 അക്കൗണ്ട്. ഓക്കെ, ഇപ്പം എനിക്ക് എന്ത് വേണം? ഒരു $5,000 അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫീസ് ഉണ്ട്, അതായത് ഒരു എൻട്രി ഫീസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ചലഞ്ച് ഫീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, $35 ആണ് ഇവിടുത്തെ ചലഞ്ച് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആ ഒരു $35 നമ്മളവിടെ പേ ചെയ്യണം. ഓക്കെ, ആ ഒരു $35 നമ്മളവിടെ ആ ഒരു കമ്പനിക്ക് പേ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ INR നോക്കുവാണെങ്കിൽ USD ഇൻറ്റു INR $35 എന്ന് വെച്ച് കഴിഞ്ഞാൽ 135 അല്ല, 35 ഏകദേശം ഒരു 3,300 രൂപയാണ് ഇതിൻ്റെ ചിലവ് വരണത്. ഓക്കെ, ആ ഒരു 3,300 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകണം ഇവിടെ ഇട്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചലഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അസസ്മെൻ്റ് ഉണ്ടാവും. ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു ₹25 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കിട്ടത്തില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ട്, നമ്മളൊരു പ്രോപ്പറായിട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് കിടപ്പുണ്ട്? അവിടെ ഒരു ചലഞ്ച് കിടപ്പുണ്ട്. സോ ചലഞ്ചിൽ തന്നെ 2 ഫേസ് ഉണ്ട്. അതായത് ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഓക്കെ, ഫേസ് 1ൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2, അതായത് ഫേസ് 1 ഫേസ് 2. ഇപ്പോൾ ഫേസ് 1ലോട്ട് പറഞ്ഞ സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കിടപ്പുണ്ട്? മെയിനായിട്ട് നമ്മൾ നോക്കണം, നമുക്കൊരു പ്രോഫിറ്റ് ടാർഗറ്റ് കിടപ്പുണ്ട്. ഇപ്പോൾ $5,000 നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഈ ഒരു $35 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു $5,000 ഒരു ഡെമോ അക്കൗണ്ട് നമുക്ക് കിട്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ആണ് ടാർഗറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു $5,000 ഡെമോ അക്കൗണ്ടിൽ, ആ ഒരു ചലഞ്ച് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് 1ൽ ഒരു $500 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു $500 പ്രോഫിറ്റ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, $500 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. ഇവിടെ 2 കാര്യങ്ങളുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ടാർഗറ്റിലോട്ട് എത്തിക്കാൻ. എൻ്റെ നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ
മാക്സ് ട്രേഡിംഗ് പീരീഡ്, അതായത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. ആൻഡ് മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് 3, അതായത് ഒരു 3 ദിവസങ്ങൾ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കണം. ഓക്കെ, ആ ഒരു ചലഞ്ച് പാസ്സാക്കുന്ന സമയത്ത് 10% എത്തിക്കുന്ന സമയത്ത്. പിന്നെ പറഞ്ഞതാണ് മാക്സ് ഡെയിലി ലോസ് 5%, അതായത് $5,000 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ $250. അതായത് ഇവിടെ പറഞ്ഞ സമയത്ത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് ഡെയിലി ലോസ് 5%, അതായത് 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ $250. അതായത് ഒരു ദിവസം നമുക്ക് മാക്സിമം ലോസ് വരുത്താൻ പറ്റണത് $250. അതായത് $250 മുകളിൽ ഒരു ദിവസം ലോസ് വെക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ദിവസം $251 ലോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. അതായത് നമുക്കിവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ $35 എന്ത് ചെയ്തു, പോയി. പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഒരു ദിവസം $250 ലോസ് ഉണ്ടാക്കാൻ പാടില്ല. ആൻഡ് സെക്കൻഡ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ മാക്സ് ലോസ് ഉണ്ട്, മാക്സ് ഡെയിലി ലോസ് ഉണ്ട്, മാക്സ് ലോസ് ഉണ്ട്. മാക്സ് ലോസ് പറഞ്ഞാൽ എന്താണ്? 10%. മാക്സ് ലോസ് പറഞ്ഞത് 10%, അതായത് $5,000 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ $500. ഇവിടെ നമ്മൾ മാക്സ് ലോസ് 10% ആണ്, നമ്മുടെ ഫേസ് വണ്ണിൽ പ്രോഫിറ്റ് ടാർഗറ്റും 10% ആണ്. അതായത് നമ്മൾ ടോട്ടൽ ലോസ് എന്ത് ചെയ്യാൻ പാടില്ല, 10% ആകാൻ പാടില്ല. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5,000 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ലോസ് വന്ന് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, 4,500 എത്താൻ പാടില്ല. 5,000 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പതിയെ ലോസ് വന്ന് മീൻസ് ഡെയിലി ലോസ് അല്ല, ലോസ് വന്ന് 4,500 എത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. രണ്ട് രീതിയിലാണ് ഈ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവുന്നത്. ഒന്ന്, ഒരു ദിവസം $250 മുകളിൽ, അതായത് 5% മുകളിൽ ലോസ് ഉണ്ടാക്കുകയാണെങ്കിൽ. രണ്ട്, 5,000 ഉണ്ടായിരുന്ന അക്കൗണ്ട് 4,500 എത്തുവാണെങ്കിലും നമ്മൾ ചലഞ്ച് ഫെയിൽ ആവും. നമ്മൾ ചലഞ്ച് പാസ്സാവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു $5,000 ഉണ്ടായിരുന്ന അക്കൗണ്ട് ഫേസ് വണ്ണിലും $5,000 ഉണ്ടായിരുന്ന അക്കൗണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് $5,500 എത്തുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഫേസ് വണ്ണ് പാസ്സാവണത്. അതായത് നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ്, $500. അപ്പോൾ ആ ഒരു 5,500 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ചലഞ്ച് പാസ്സാവും, ഫേസ് വണ്ണ് പാസ്സാവും. ഫേസ് വണ്ണ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫേസ് ടൂലോട്ട് പോകും. ഫേസ് ടൂലും എന്ത് കിടപ്പുണ്ട്, ഇതുപോലെ തന്നെ റൂൾസും പ്രോഫിറ്റ് ടാർഗറ്റും കിടപ്പുണ്ട്. സോ ഫേസ് ടൂവിലെ പ്രോഫിറ്റ് ടാർഗറ്റ് പറഞ്ഞത് 5% ആണ്. ഓക്കെ, ഫേസ് ടൂലോട്ട് പറഞ്ഞ സമയത്ത് ഫേസ് വണ്ണ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഫേസ് ടൂലോട്ട് വരും. ഫേസ് ടൂവിലെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, $250. അതായത് 5% ആണ് ഈ ഒരു ഫേസ് ടൂവിലെ നമ്മുടെ ടാർഗറ്റ് പറഞ്ഞത്. അവിടെ എന്ത് കിടപ്പുണ്ട്, ഈ രണ്ട് റൂൾസ് അവിടെ കിടപ്പുണ്ട്. മാക്സ് ഡെയിലി ലോസ് 5% ഉണ്ട്, മാക്സ് ലോസ് 10% ഉണ്ട്. ഓക്കെ, ഈ രണ്ട് റൂൾസും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഫേസ് വണ്ണ് നമ്മൾ പാസ്സായി കഴിഞ്ഞ് 5,000 5,500 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വണ്ണ് പാസ്സാവും. ഫേസ് ടൂവിൽ നമുക്ക് എന്ത് കിട്ടും, അഗെയിൻ ഒരു $5,000 ഡെമോ അക്കൗണ്ട് കിട്ടും, ഒരു ഫ്രഷ് അക്കൗണ്ട് കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5,000 ഉണ്ടായിരുന്ന അക്കൗണ്ട് $5,000 ഉണ്ടായിരുന്ന അക്കൗണ്ട് 5%-ന്റെ പ്രോഫിറ്റ്, അതായത് $5,250 എത്തിക്കണം. എന്ത് ചെയ്യാൻ പാടില്ല, മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യാൻ പാടില്ല, മാക്സ് ലോസ് ഹിറ്റ് ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും വയലേറ്റ് ആവാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 5,000 ഉണ്ടായിരുന്ന അക്കൗണ്ട് 5,250 എത്തിക്കണം. സോ 5,250 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്തു, നമ്മൾ ചലഞ്ച് ഫെയിൽ ആയി. ഓക്കെ, നമ്മൾ ഈ വൺ ടൈം ഫീസ് മാത്രമേ കൊടുക്കണ്ടു. ഫേസ് വണ്ണിന് വേറെ ഫീസ്, ഫേസ് ടുവിന് വേറെ ഫീസ്, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് $35 കൊടുത്താൽ മതി, നമ്മൾ ആ ഒരു ചലഞ്ച് പാസ്സായി. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്, സ്റ്റെപ്പ് 2 പാസ്സായി കഴിഞ്ഞാൽ, ഫേസ് 2 പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി ഫണ്ടഡ് ആയി. ഓക്കെ, നമ്മൾ ഫണ്ടഡ് ട്രേഡറായി. സോ ഫണ്ടഡ് ട്രേഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ എന്താണ്, പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടും. അവിടെ നമുക്ക് റൂൾസ് ഉണ്ട്, പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാകത്തില്ല. ഇത് സ്കെയിലിങ്ങിനാണ്. സ്കെയിലിങ്ങിനെ കുറിച്ച് ഞാൻ ലേറ്റർ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോർമലി അവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല, പക്ഷേ മാക്സ് ലോസ് ഉണ്ട്, മാക്സ് ഡെയിലി ലോസ് ഉണ്ട്. ഇപ്പോൾ ലൈവ് അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ചലഞ്ച് പാസ്സായി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ രണ്ട് റൂൾസും വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മൾ ലൈവിലോട്ട് വന്നു എന്ന് വിചാരിച്ചു, അതായത് ചലഞ്ച് പാസ്സായി എന്ന് വെച്ചു.
ഫണ്ടഡ് സ്റ്റേജ്. സോ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ, സോ ഫോർ എക്സാമ്പിൾ ഈ രണ്ട് റൂൾസ് അവിടെ ഉണ്ട്. നമ്മുടെ മാക്സ് ഡെയിലി ലോസ് 5% ഉണ്ട്, മാക്സ് ലോസ് 10% ഉണ്ട്. ഓക്കെ, ഇത് രണ്ട് നമ്മൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു, $5,000 ഉണ്ടായിരുന്ന അക്കൗണ്ട് ട്രേഡ് ചെയ്ത് നമ്മളൊരു 5,500 എത്തിച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ട്രേഡ് ചെയ്ത് 5,500 എത്തിച്ചെന്ന് വിചാരിച്ചു. അതായത് ഒരു $500 പ്രോഫിറ്റ് നമ്മളവിടെ ജനറേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഓക്കെ, ആ ഒരു $500 എന്താണ്, നമ്മുടെ പ്രോഫിറ്റാണ്. അതായത് ഈ $500 എന്ത് ചെയ്യും, രണ്ട് സ്പ്ലിറ്റ് ആക്കും. ആ $500 മൊത്തമായിട്ട് നമുക്ക് കിട്ടത്തില്ല, അതിൻ്റെ ഒരു 80% ഉണ്ടാക്കും, ആൻഡ് അതുപോലെ തന്നെ 20% ഉണ്ടാക്കും. 80% ആൻഡ് 20%. സോ 80% എന്ന് വെച്ച് കഴിഞ്ഞാൽ $500 80% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $400. ആൻഡ് അതിൻ്റെ 20% എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, ഒരു $100. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മളിവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ 80% ഉണ്ടല്ലോ, അതായത് ഈ $400 ഉണ്ടല്ലോ, അത് പേ ഔട്ടായിട്ട് കമ്പനി നമ്മുടെ കയ്യിലോട്ട് വരും. സോ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഫണ്ടഡ് സ്റ്റേജിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് phase 1 പാസ്സാകണം, പിന്നെ phase 2 പാസ്സാകണം. അത് കഴിഞ്ഞാലായിരിക്കും നമ്മൾ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരുന്നത്. സോ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണത്, അതിൻ്റെ 80% നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം, 20% കമ്പനിയിലോട്ട്. ഇപ്പോൾ ഈ ഒരു $400 നമുക്ക് എന്ത് ചെയ്യും, കമ്പനി നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രിപ്റ്റോ ആയിട്ട് അല്ലെങ്കിൽ റൈസ് ത്രൂ നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് ഈ ഒരു എമൗണ്ട് കിട്ടും. നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്രയായിരുന്നു, ഈ ഒരു ചലഞ്ച് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് $35. നമ്മളിവിടെ എത്ര രൂപ ഉണ്ടാക്കി, $400. അതായത് അവിടെ ROI ഭയങ്കര ഗ്രേറ്റ് ആണ്, ഒരു 10 times ഒക്കെ ROI മീൻസ് ബേസ്ഡ് ഓൺ നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുള്ള രീതിയിലാണ്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഈ ഒരു പ്രോഫോം ചലഞ്ച് വർക്ക് ചെയ്യണത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 5 years ആണ്. 5 years എടുക്കാനുള്ള റീസൺസ് ഞാൻ പറയാം. ഓക്കെ, അതായത് 80 to 100 ചില സമയത്ത്, അതായത് അത് ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് 100% പേ ഔട്ട് സ്പ്ലിറ്റ് കിട്ടണത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ബേസിക്കലി എങ്ങനെയാണ് പ്രോഫോം വർക്ക് ചെയ്യണത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബാക്ക് ടു നമ്മുടെ പ്രോഫോം. ഓക്കെ, സോ വാട്ട് ഈസ് എ പ്രോഫോം? സോ ഒരു പ്രോഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്രൊവൈഡർ ആണ്, എ കമ്പനി ദാറ്റ് ഗീവ്സ് ട്രേഡേഴ്സ് ആക്സസ് ടു ഇറ്റ്സ് ഓൺ ക്യാപിറ്റൽ ടു ട്രേഡ് ഇൻസ്റ്റെഡ് ഓഫ് റിസ്കിങ് യുവർ പേഴ്സണൽ മണി. അതായത് നമ്മുടെ പേഴ്സണൽ മണി റിസ്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ പ്രോപ്പർ സ്കിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഫോംസിൻ്റെ ക്യാപിറ്റൽ നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് സ്പ്ലിറ്റ് പാർട്ട്ണർഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 80-20, അതായത് 80% നമുക്കും 20% കമ്പനിയിലോട്ട്, ആ രീതിയിലാണ് അവരുടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് യു ബ്രിങ് സ്കിൽ ആൻഡ് റിസ്ക് ഡിസിഷൻസ്, ദ ബ്രിങ് ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഗെറ്റ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ദ ഫേം. അതായത് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് രണ്ട് സ്പ്ലിറ്റായിട്ട്, ഒരു സ്പ്ലിറ്റ് നമ്മുടെ കയ്യിലോട്ടും ഒരു സ്പ്ലിറ്റ് കമ്പനിയിലോട്ടും പോകും. ബട്ട് മെജോറിറ്റി നമ്മുടെ കയ്യിലാണ്, 80% നമ്മുടെ കയ്യിലോട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് പേഴ്സൺ റിസ്ക്, ലോസ് ദ ചലഞ്ച് ആൻഡ് യു ലൂസ് ദി വാലുവേഷൻ ഫീ. അതായത് ആ ഒരു ചലഞ്ച് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഈ വാലുവേഷൻ ഫീ ആണ്. ഇപ്പോൾ $5,000 നമ്മൾ പറഞ്ഞു, $35 ആണ് ചിലവ് വരുന്നത്. അതായത് ആ ഒരു $5,000 ചലഞ്ച് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ആ ഒരു $35 മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. വേറെ റിസ്ക് അവിടെ ഇല്ല. ആൻഡ് നോട്ട് യുവർ സേവിങ്സ്, നോട്ട് യുവർ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു ക്യാപിറ്റൽ അവിടെ ആക്സസ് ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ആ ഒരു ഫണ്ടിങ് ചലഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു ചലഞ്ച് ബൈ ചെയ്യുക, ഒരു ചലഞ്ച് ഫീസ് കൊടുത്തിട്ട് ചലഞ്ച് ബൈ ചെയ്യാം ആൻഡ് പാസ് ദ റൂൾസ്. അതായത് ക്രൈറ്റീരിയാസ് ഉണ്ടാകും, ഒരു ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യുക. അതായത് പേ സ്മോൾ ഇവാലുവേഷൻ ഫീ ഫോർ ദ അക്കൗണ്ട് സൈസ് യു വാണ്ട് ടു അൺലോക്ക്, ഹിറ്റ് ദ പ്രോഫിറ്റ് ടാർഗറ്റ് വൈൽ സ്റ്റേയിങ് ഇൻസൈഡ് മാക്സ് ഡെയിലി ലോസ് ആൻഡ് ഡ്രോ ഡൗൺ ലിമിറ്റ്സ്. അതായത് ആ ഒരു ഡ്രോ ഡൗൺ ലിമിറ്റ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരും, മൂവ് ടു എ ലൈവ് ഫണ്ടഡ് അക്കൗണ്ട് റെഡി ദ ഫേംസ് റിയൽ ക്യാപിറ്റൽ. എൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ടിന് റിക്വസ്റ്റ് ചെയ്യാം, ട്രേഡ് പ്രോഫിറ്റബിളി, ദെൻ വിഡ്രോ യുവർ സ്പ്ലിറ്റ്സ്, യുവേഴ്സ് ടു കീപ്പ്. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യണത്,
നമ്മുടെ ആ ഒരു ചലഞ്ച് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫോം വർക്ക് ചെയ്യണത്. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ രണ്ട് രീതിയിലുള്ള പ്രോഫോംസ് ഉണ്ട്. ട്രഡീഷണൽ പ്രോഫോംസ് ഉണ്ട് ആൻഡ് റീറ്റെയിൽ ഫണ്ടിങ് ഉണ്ട്. സോ ട്രഡീഷണൽ പ്രോഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. റീറ്റെയിൽ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ റീറ്റെയിൽ പ്രോഫോംസ് വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ കൈൻഡ് ഓഫ് വാൾ സ്ട്രീറ്റ് ഒക്കെയാണ് ഈ പറയുന്ന ട്രഡീഷണൽ പ്ലാറ്റ്ഫോംസ്. ഇന്ത്യയിൽ ഒരുപാട് ട്രഡീഷണൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്ന രീതി. ഓക്കെ, ട്രഡീഷണൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ് ആസ് എൻ എംപ്ലോയി, അതിനൊരുപാട് എന്തൊക്കെയാണ് വേണ്ടി വരും, നമ്മുടെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സോ ഹൈഡ് ആസ് എൻ എംപ്ലോയി, റെസ്യൂമെ, ഇൻ്റർവ്യൂ നെറ്റ്വർക്ക്, പിന്നെ അത് ഓഫീസ് ബേസ്ഡ് ഫിക്സ്ഡ് അവേഴ്സ് വർക്ക് ആയിരിക്കും. സ്ട്രിക്റ്റ് ഹയറിംഗ് ബാർ ബിഫോർ യു എവർ ഗെറ്റ് ക്യാപിറ്റൽ. സോ അത് കുറച്ചുകൂടെ എന്താ പറയുക, പ്രൊഫഷണൽ ആ രീതിയിലോട്ട് പോകണം. ഓക്കെ, പിന്നെ അവിടെ സാലറി പ്ലസ് ഡിസ്ക്രിഷണറി ബോണസ് ആ ഒരു കാര്യങ്ങളായിരിക്കും. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് റീറ്റെയിൽ ഫണ്ടിങ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം. സോ ബൈ ആൻഡ് ഇവാലുവേഷൻ ഓൺലൈൻ, നോ റെസ്യൂമെ നീഡഡ്, ട്രേഡ് ഫ്രം എനിവെയർ, ഓൺ യുവർ ഓൺ ഷെഡ്യൂൾ, ഓപ്പൺ ടു എനിവെയർ ഹു പാസസ് ദ ചലഞ്ച്, ഡയറക്റ്റ് പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഓപ്റ്റൻ 50 to 100%, 80 to 100% എന്ന് പറയാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യണത്, ഈ ഒരു ചലഞ്ച് വർക്ക് ചെയ്യണത്. അപ്പം ഞാൻ ഇവിടെ പേഴ്സണലി ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള പോലെ തന്നെ ഫൈവേഴ്സ് ആണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് വീഡിയോയുടെ എങ്ങനെയാണ് ഫൈവേഴ്സിൽ ചലഞ്ച് കാര്യങ്ങൾ ബൈ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞുതരാം. ബട്ട് ഫൈവേഴ്സ് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഫോം മാച്ച് എന്നുള്ളൊരു വെബ്സൈറ്റാണ്. അതായത് ഒരുപാട് പ്രോഫോംസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫണ്ടിങ് പിപ്സ്, ഫണ്ടഡ് നെക്സ്റ്റ്, ഫൈവേഴ്സ്, ആൽഫ ക്യാപിറ്റൽ, ഹോൾ ഓഫ് പ്രൈം, ഇ ടി മാർക്കറ്റ്സ്, ഗോഡ് ഫണ്ടഡ് ട്രേഡർ, പിന്നെ അങ്ങനെ ഒരുപാട് പ്രോഫോംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 100+ അല്ലെങ്കിൽ ഒരു 200+ പ്രോഫോംസ് ഒക്കെ കറൻ്റ്ലി മാർക്കറ്റിലുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫോം ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യണം പ്രോഫോം തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അതായത് ഈ ഒരു കമ്പനീസ് ചിലപ്പോൾ നമ്മൾ സ്കാം ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പേ ഔട്ട് തരത്തില്ല, പേ ഔട്ട് റിജക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോഫോം സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല റേറ്റിംഗ് ഉള്ള നല്ല പ്രോഫോം നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഫൈവേഴ്സ് ആണ്. ഇത് ഫൈവേഴ്സ് ആണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ആ ഒരു ഫൈവേഴ്സ് യൂസ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലോഡായി വന്നോട്ടെ, ഞാൻ പറയാം. സോ മെയിൻ അവരുടെ റേറ്റിംഗ് ആണ്. അവർക്ക് ഓൾമോസ്റ്റ് ഒരു 4.7 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഔട്ട് ഓഫ് 5. ഓക്കെ, അതായത് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഫൈവേഴ്സ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽസ് ആണ്. എൻ്റെ അതുപോലെ തന്നെ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയേഴ്സ് ഇൻ ഓപ്പറേഷൻ 10 വർഷമായിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ 10 വർഷമായിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യണ വേറൊരു CFD പ്രൊഫോ നോക്കി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയും ഓൾഡാണ്, അത്രയും ക്രെഡിബിലിറ്റി ഉണ്ട്, 10 വർഷമായിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, 2016 സ്റ്റാർട്ട് ചെയ്തൊരു ഫേമാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രസ്റ്റ് പൈലറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാലും അവരുടെ റിവ്യൂ എത്രയാണ്, 4.7, ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ള ഒരു ഫേമാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഞാൻ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക്, അതായത് ഫൈവേഴ്സിലോട്ട് സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. ആൻഡ് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യണത് ആൻഡ് എങ്ങനെയാണ് അത് മെറ്റാ ട്രേഡറുമായിട്ട് കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യണത്, ഈ ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയുടെ അകത്ത് ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എപ്പിസോഡ് 2 കാണാം. ബൈ.